പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിന് നമുക്ക് നന്ദി കരേറ്റാം. പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് ഓടിയണയുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ആമേൻ. ഈ നല്ല പ്രഭാതം നമ്മെ കാണിച്ച കർത്താവിന് നമുക്ക് നന്ദി കരേറ്റാം. വളരെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് നമുക്ക് ചേർന്ന് ഒരു വേദഭാഗം എടുത്ത് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം. ആമേൻ. അതിന്റെ 15 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യനായിരുന്ന ശീമോൻ പത്രോസിനോട് ചോദിക്കുക, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ചോദ്യത്തിന് ഇന്ന് ഒത്തിരി പ്രസക്തിയുണ്ട്. പത്രോസിന്റെ സ്ഥാനത്ത് നമ്മുടെ പേരിട്ട് ചേർത്ത് വായിക്കണം. എന്നിട്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം, ഞാൻ യേശുവിനെ മറ്റുള്ളവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നുണ്ടോ? പിന്മാറ്റക്കാരനായ പത്രോസ് യേശുവിന്റെ കൂടെ നടക്കിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്നേഹവും കരുതലും എല്ലാം ഏറ്റുവാങ്ങിയ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. കർത്താവിന്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും സാക്ഷിയായിട്ട് വീണ്ടും വിട്ടുപോകുന്ന തൊഴിലിലേക്ക് പോകുകയും തന്റെ കൂടെയുള്ളവരെ അതിലേക്ക് നയിക്കുകയും ചെയ്തു. എന്നിട്ട് യേശു പത്രോസിനെ തേടിച്ചിരികയാണ്. കരയിൽ നിന്നത് യേശുവാണെന്ന് കേട്ടിട്ട് പത്രോസ് ലജ്ജിതനായി. ശാരീരികവും മാനസികമായ ലജ്ജ തന്നിലുണ്ടായി. യേശു പിന്മാറിപ്പോയ ശിഷ്യന്മാർക്ക് വലിയൊരു മത്സ്യ സമ്പത്ത് നൽകുകയാണ്. പ്രഭാത ഭക്ഷണവും ഒരുക്കി കാത്തിരുന്നപ്പോൾ പിടിച്ചത് കൊണ്ടുവരുവാൻ അവരോട് പറഞ്ഞെങ്കിലും അതിനു മുമ്പേ തീക്കനലും മീനും അപ്പോ അവൻ കരുതി. ദൈവത്തിന് ധനസമൃദ്ധി തരുവാൻ കഴിയും. എന്നാൽ പത്രോസിനോട് യേശു ചോദിക്കുന്നു, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അടുത്ത 2 പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം എന്നോടുണ്ടോ? വീണ്ടും കർത്താവ് ചോദിച്ചു, നിന്റെ പ്രാണനേക്കാൾ ഉപരി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് ദുഃഖത്തോടെ ഏറ്റുപറയുന്നുണ്ട്, കർത്താവേ, നീ സകലതും അറിയുന്നു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് 3-ാം പ്രാവശ്യം ഏറ്റുപറയുന്നു, യഥാസ്ഥാനപ്പെട്ടു. പത്രോസിനെ മീൻകൂട്ടം കൊടുത്ത് അനുഗ്രഹം കൊടുത്ത് സന്തോഷിപ്പിക്കുകയല്ല യേശു ചെയ്തത്, അവന്റെ ക്രൂശിലെ മരണത്തോടെ ഏകീഭവിപ്പിക്കുകയായിരുന്നു. ഇന്ന് മനുഷ്യന്റെ സ്നേഹം തണുത്തുറഞ്ഞുപോയി. കുടുംബ ബന്ധങ്ങൾ, കുടുംബ സ്നേഹങ്ങളെല്ലാം ശിഥിലമാക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ പാർക്കുന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരേ ഒരു ഉത്തരമാ: ദൈവത്തെ സ്നേഹിക്കുന്നില്ല. അതിന്റെ മനുഷ്യ ജീവിതത്തിൽ സമയമില്ല. മറ്റേത് കാര്യത്തിനും ആരാധന പോലും മുടക്കി ഈ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു നിമിഷം ദൈവമായി ചെലവിടാൻ മനുഷ്യന് കഴിയുന്നില്ല. ദൈവം മനുഷ്യനെ സ്നേഹിച്ചത് സ്വന്തം പുത്രനെ തന്നാണെങ്കിൽ യേശു നമ്മെ സ്നേഹിച്ചത് സ്വന്തം രക്തം തന്ന ആ സ്നേഹം നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. ഒരു ദൈവത്തിന്റെ ഏതൊരവസ്ഥയിലും കൂടെ ഇരുന്ന് വഴി പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന നമ്മുടെ അരുമനാഥന. ആ സ്നേഹത്തോട് ഭൂമിക്കാൻ മനുഷ്യന്റെ പക്കലൊന്നുമില്ല. മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ നിൽക്കാൻ യോഗ്യനല്ല. ഹല്ലേലൂയ. ഇന്ന് പലരും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്ന് പറയുന്ന പേരെടുക്കുന്ന പലരും ജീവിതത്തിൽ കർത്താവിനെ സ്നേഹിക്കാതിരിക്കുന്നവരാണ്. അവരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്, കർത്താവിനെ ഹൃദ്യമായി സ്നേഹിക്കാതിരിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്നേക്കുമായി തള്ളപ്പെട്ടവനാണ്. ഇവിടെ ശിമോനോട് കർത്താവിന്റെ ചോദ്യത്തിൽ ശിമോൻ പറയുന്നു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവുമായി നല്ല ബന്ധം പുലർത്തിയ പത്രോസ് കൂടെയുള്ള ചോദ്യത്തിൽ കരയുവാനിടയായി. താൻ പറയുന്നത് ഇതാണ്, കർത്താവേ, നീ സകലതും അറിയുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിലെ സുഖങ്ങളും നിമിഷ നേരത്തേക്ക് നിലനിൽക്കുകയുള്ളൂ. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പിരിഞ്ഞ് നിമിഷ നേരത്തേക്കുള്ള സുഖജീവിതത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമോ? പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ഈ ലോകത്തിലെ യാതൊന്നിനും എന്നെ പിന്തിരിപ്പിക്കുവാൻ കഴിയില്ല. ജീവിതത്തിൽ ഏത് ബുദ്ധിമുട്ട് നിറഞ്ഞ മേഖലയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അരുമനാഥനെ ഓർക്കാതെ ഒരു നിമിഷവും നമ്മൾ ജീവിക്കരുത്. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്നത് ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ക്രിസ്തുവിലുള്ള ബന്ധം സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ നമ്മൾ മറക്കരുത്. എഫെസോസിലെ സഭയോട് കർത്താവ് ദൂത് പറയുമ്പം നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറവ് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ
അതുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പറയേ, കർത്താവെ എന്നെ മടക്കി വരുത്തണമേ. ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങയെ കൂടാതെ യാത്ര ചെയ്ത അനുഭവങ്ങൾ പലതുമുണ്ട്. എൻ്റെ സ്നേഹത്തിൽ ഞാൻ കുറവുള്ളവരായി തീർന്നിട്ടുണ്ട്. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായിരിക്കാൻ ഞാൻ ഈ പ്രഭാതത്തിൽ എന്നെ തന്നെ സമർപ്പിക്കുകയാ. ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ മാർവിലേക്ക് ഞാൻ അടുത്തു വരികയാ. ശാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഈ ദൈവത്തെ അറിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തിലായി ചിരുവാൻ കർത്താവെ, നീ എനിക്ക് കൃപ ചെയ്തല്ല. പിന്നെയും ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കി മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവിനെ സഹായിക്കണമേ. അതിനായി ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.